കാന്തപുരം മുസ്ലിയാരുടെ അന്നത്തെ മുടിയുമായി ബന്ധപ്പെട്ട ആ ഒരു ഇൻ്റർവ്യൂ പത്രക്കാർ മാധ്യമങ്ങൾ ചോദിക്കുന്ന ആ ഭാഗം ഒന്ന് കേൾക്കാം നമുക്ക്. 2005 മർക്കസിൽ തിരുകേശമുണ്ട് എന്ന് താങ്കൾ പറയുകയുണ്ടായിട്ടില്ലേ? ഉണ്ട്. അതെവിടെ നിന്നാണ്? അത് വേറെ 2 വഴിക്ക് ലഭിച്ചതുണ്ട്. അന്നൊന്നും ഉണ്ടാവാത്ത തരത്തിൽ വിശ്വാസികൾക്ക് അതിൻ്റെ ദർശന പുണ്യം ഉൾപ്പെടെയുള്ളത് കിട്ടട്ടെ എന്ന നിലയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഒരു മസ്ജിദ് നിർമ്മിക്കുന്നതിൻ്റെ ആശയം വരാതിരുന്നത്? അത് രണ്ടും തെറ്റാണ് നിങ്ങൾ പറയുന്നത്. അതിൻ്റെ മുമ്പ് ഞങ്ങൾക്ക് ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. മുമ്പും ഞങ്ങൾ അത് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്, ആളുകളെ കാണിച്ചിട്ടുണ്ട്, ആളുകൾ വെള്ളം കുടിച്ചിട്ടും ഉണ്ട്. അതെവിടെ നിന്ന് വന്നതാണ്? അത് വന്നത് മദീനയിൽ നിന്ന് വന്നത്. അതെവിടെ നിന്ന് വന്നതാണ്? അത് വന്നത് മദീനയിൽ നിന്ന് വന്നത്. കണ്ടോ, പറയാൻ ചെറിയ മടിയുണ്ട്. കളവ് പറയുമ്പോൾ എത്ര വലിയ നുണ പറഞ്ഞ മനുഷ്യനാണെങ്കിലും ചെറിയ മനസാക്ഷി കുത്തുണ്ടാവുമല്ലോ. അപ്പോൾ ഒന്നിങ്ങനെ മടിച്ചിട്ടാണ് പറഞ്ഞ് ഒപ്പിച്ചത് അത് മദീനയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ 2005 മുടി മദീനയിൽ നിന്ന്, യഥാർത്ഥത്തിലോ അത് ബോംബെയിൽ നിന്നാണ്. അത് പിന്നെ പുറത്ത് വന്നു വ്യാപകമായി. അന്ന് സമസ്തക്കാർ പിന്നാലെ കൂടി, സലഫികൾ ഏതായിരുന്നാലും പിന്നാലെ കൂടി. അങ്ങനെ 4 ഭാഗത്തു നിന്നും വളഞ്ഞ് എല്ലാവരും കൂടെ ഈ മുടിയുടെ അസുരം അന്വേഷിച്ച്, സനദം ചോദിച്ച്, ഇതിൻ്റെ യാഥാർത്ഥ്യം അന്വേഷിച്ചുകൊണ്ട് പിന്നാലെ കൂടിയപ്പോൾ അവസാനം അദ്ദേഹത്തിന് പറയേണ്ടി വന്നു അത് ബോംബെയിലെ ചോർ ബസാറിലുള്ള ജാലിയൻവാല എന്ന് പറയുന്ന ആൾ തന്നാണ്. മൂപ്പരാവട്ടെ വലിയ വലിയാണ് എന്നാണ്. ജാലിയൻവാല വലിയാണ്, ജാലിയൻവാല കിട്ടിയതോ ബറക്കാത്തി സൈദന്മാരിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം അവർ അതുമായി ഒപ്പിക്കാൻ നോക്കിയത്. ആ ജാലിയൻവാലയെ നമുക്കൊന്ന് കാണാം, ഒരു ഔലിനെ കാണാം, നമുക്ക് ഭാഗ്യം. അങ്ങനെ ബോംബെയിലുള്ളൊരു വലിയ, അതാണ് ഇപ്പം ജാലിയൻവാല. നമ്മൾ CM വലിയതിനേക്കാൾക്ക് എത്രയും വെച്ച കണ്ടാൽ, കോലം കണ്ടാൽ. ഏതായിരുന്നാലും ഇയാളാണ് 2005 മുടി കൊടുത്ത ആൾ. ബോംബെയിലെ ചോർ ബസാറിലാണ് ഇയാളുള്ളത്, പറ്റ ബസാർ തന്നെയാണ്. അവിടെ നിന്നാണ് ഈ മുടി ഇയാൾ ഇവിടെ ഇറക്കുമതി ചെയ്യുന്നത്. അത് കൊണ്ടുവന്നു ഇവിടെ അത് പ്രദർശിപ്പിക്കലും അതിൻ്റെ മുഖ്യ വെള്ളം കൊടുക്കലും ഒക്കെ തുടങ്ങിയ ആളുകളെ ചർച്ചയായപ്പോൾ ഇയാൾ ആദ്യമൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, വിശ്വാസമില്ലാത്തവൻ സ്വീകരിക്കണ്ട. അങ്ങനെ പറ്റൂതല്ലോ, റസൂലുള്ളാഹിന്റെ പേരിലല്ലേ. മൂപ്പര മുടി കൊടുത്താൽ ആരും സ്വീകരിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷെ അള്ളാഹു റസൂലിൻ്റെ പേര് സംഗതി പറയുമ്പോൾ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അത് എല്ലാവർക്കും ബോധ്യപ്പെടേണ്ടതുണ്ട്.